സൂര്യ, നമുക്ക് കുറെ മലയാളം മൂവീസ് ഉണ്ട്. ഈ മലയാളം മൂവീസിന്റെ തന്നെ സെക്കൻഡ് പാർട്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു സാമ്രാജ്യം. നല്ല ഹിറ്റായ മൂവീസിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി കൊളമാക്കിയ മൂവീസ് അങ്ങനെ വേണം പറയാനായിട്ട്. ഒരുപാടുണ്ട്. ഇപ്പൊ സാമ്രാജ്യത്തിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു മറ്റേ അലക്സാണ്ടർ, അതെ, സൺ ഓഫ് അലക്സാണ്ടർ, ഉണ്ണിമുകുന്ദന്റെ പടം. എങ്ങനെ ഉണ്ടായിരുന്നു? അറിഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. ഇറങ്ങിയതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ അതിന് അങ്ങനെ ഒരു അറ്റൻഡ് നടത്താൻ പാടില്ലായിരുന്നു. വൻ ദ്രോഹമായിരുന്നു ആ കാണിച്ചത്. നല്ലൊരു സിനിമ എടുത്തിട്ട് മമ്മൂട്ടി അത് ചെയ്ത് ഫലിപ്പിച്ചു വച്ചേക്കുന്ന ഒരു ചിത്രം. അതിനെ ഇങ്ങനെ വധിക്കണ്ടായിരുന്നു, കൊന്നു കളഞ്ഞു അതിനെ. സത്യമായിട്ടും എന്താ പറയാ, മരിച്ചു അത്. അതേപോലെ എന്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ് മന്നാർമത്തായി. അയ്യോ, ഒരു കോമഡി മൂവി. അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്ത് അതിനെ സെക്കൻഡ് പാർട്ട് അല്ലല്ലോ, അത് കഴിഞ്ഞ് റാംജിറാവു വന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമാണ് വീണ്ടും അവര് അത് ബിജു മേനോന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര കോമഡി ആക്കി കളഞ്ഞു. ഡബിൾ റോളിൽ വന്നായിരുന്നു. അതെന്തോ അത് ലൈക്ക് അത്രയും എന്താ പറയാ, നമുക്ക് പേടി വരുന്ന ഒരു വില്ലനായിരുന്നു ബിജു മേനോന്റെ ക്യാരക്ടർ. കോമഡി ആക്കി കളഞ്ഞു. പാവം തോന്നുന്നു അത് കാണുമ്പോ. അതെ, ക്യൂട്ട് തക്കുടു കൊഞ്ചിക്കാൻ തോന്നുന്നു. അതുപോലത്തെ രീതിയിലായി കളഞ്ഞു. അതില് പുള്ളി എന്ന് പറയണത് ആ ഒരു വില്ലൻ നല്ല രീതിയിൽ അങ്ങേരെ അഭിനയിച്ച് ഫലിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു വില്ലനായിരുന്നു. ആ ഒരു മറ്റുള്ളവർ നോക്കുമ്പോ പോസിറ്റീവായിട്ട് നിന്നിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ, അങ്ങനെ ഒരു ഇതായിരുന്നു. അത് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ മെന്റൽ ഇഷ്യൂ വീണിട്ട് ആള് മെന്റലി ഇതായി പോയി. അതിന് പിന്നെ അതിന്റെ ബ്രദർ വന്നു, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ മറ്റേ റാംജിറാവു വന്നിട്ട് പാസ്റ്ററായിട്ട്, അപർണ മോള് എന്നിട്ട് എന്താ ബാങ്ക് കൊള്ളക്കാരാണെന്നോ അങ്ങനത്തെ ഉള്ള രീതിയിൽ. അതെങ്ങനെ അവർക്ക് ചിന്തിക്കാൻ തോന്നി? അതെ, നല്ലൊരു മൂവീനെ ഇങ്ങനെ കൊല്ലാൻ പറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു. നല്ലൊരു സല്യൂട്ട് തന്നെ നമുക്ക് അതിന് കൊടുക്കേണ്ടി വരും. അതുപോലത്തെ രീതിയിലാക്കി. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു മൂവി ഉണ്ട്, ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ ലാലേട്ടന്റെ ഇളം മഞ്ഞിൻ കുളിരും. അതിൽ ലാസ്റ്റ് പറ്റില്ല, മോഹഭംഗ മനസ്സിലെ. അത് എല്ലാരും ഭയങ്കര ഫേവറേറ്റ് പാട്ട്. ലാലേട്ടൻ ഇല്ലാതെ അതിന്റെ സെക്കൻഡ് പാർട്ട് അവർ ഇറക്കി കൊളമാക്കി. നല്ല മൂവിയായിരുന്നു അത്. ഇത് പക്ഷേ ഏതാണ്ട് ഒരു സീരിയൽ പോലെ. അതെ അതെ, നല്ല അഭിനയമായിരുന്നു എല്ലാവരുടെയും. ജീവിക്കുമായിരുന്നു അവര്. അതെന്താ മുകേഷ് ഞാൻ അത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിപ്പോ ആമസോൺ പ്രൈമിൽ ഉണ്ട് എന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഒന്ന് തപ്പിയെടുത്താൽ കിട്ടുമായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ, സൂര്യക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സൂര്യ തപ്പി നോക്ക്, എന്തായാലും കിട്ടുമായിരിക്കും അതിനകത്ത്. ആമസോൺ പ്രൈമിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ മൂവി. പിന്നെ ഓഗസ്റ്റ് 1 മമ്മൂട്ടിയുടെ നല്ലൊരു ഓഗസ്റ്റ് 15 അത് അതിലും വലിയ മാസം. ഓ, എങ്ങനെയാ പൊട്ടിയത്? കണ്ടോ? തിയേറ്ററിൽ നിന്നോ? അത് നിന്നോട്ടാണോ പൊട്ടിയോ? എങ്ങനെയാണ് ആ മൂവിയുടെ? അറിയില്ല അതിനെ പറ്റുന്നു. പിന്നെ ടിവിയിലൊക്കെ ഓഗസ്റ്റ് 15 കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ കൊല്ലം ഒരു കാലത്ത് എല്ലാ കൊല്ലം ഇൻഡിപെൻഡൻസ് ഡേ ഇടുമായിരുന്നു. പിന്നെ അത് മറന്നു. അതിനകത്ത് ഒന്നും തന്നെ ഓർമ്മ പോയല്ലോ. ഇല്ല, ടെലികാസ്റ്റ് ഏഷ്യാനെറ്റിലായിരുന്നു ടെലികാസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ നമ്മുടെ കിലുക്കം മൂവി ഉണ്ടായിരുന്നില്ലേ? കിലുക്കം മൂവിയില് രേവതി മാം അഭിനയിച്ചു വെച്ചേക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു കാവ്യ മാധവൻ അഭിനയിച്ച് കൊളമാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ലായിരുന്നു. കിലുക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു കോമഡി മൂവിയാണ്. ജോജിനെയും നിശ്ചലിനെയും ഇഷ്ടമല്ലാത്ത. പക്ഷെ കിലുക്കത്തില് നമ്മുടെ കൊച്ചി ഹനീഫയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സീക്രട്ട്ലി ആ പടം കാണാറുണ്ട്. വരുമ്പോ ഞാനിരുന്ന് എൻജോയ് ചെയ്യൂലേ. കാവ്യ മാധവന്റെ സീൻസ് മാത്രമേ എനിക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നി.
എന്നിരുന്നാലും ഞാനിരുന്ന് കാണണം. നമുക്ക് ബോറടിച്ച് നമുക്ക് ഒന്നും കാണാനില്ല ഇപ്പൊ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മൂവി സൂര്യ ടിവിയിൽ ഇടുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടിരുന്ന് കാണും. കാരണം എനിക്ക് ഞാൻ ഭയങ്കര കൊച്ചിൻ ഹനിഫിക്കയുടെ ഭയങ്കര ഫാനാണ്. എനിക്ക് ഹനിഫിക്കയുടെ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജഗതി ചേട്ടനുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കോംബോ ഉള്ളു. മറ്റേ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ ഒക്കെ ഇന്നസെന്റിന്റെ എന്റെ 10 ലക്ഷം എന്റെ 10 ലക്ഷം മാരുതി കാർ ഫുള്ളും സാരി വേണമെങ്കിൽ എന്റെ കൂടെ ചിലതൊക്കെ നല്ല രസമാണ്. കാവ്യമതം തന്തയില്ലാത്തവളെ എന്റെ മോൾ. നീ നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തു. അത് നല്ലൊരു കോമഡിയാണ്. സാധനം ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ കിലുക്കം പോലൊരു മൂവിയുടെ ആ ഒരു ഇത് നീതി പുലർത്താൻ പറ്റിയില്ല. അതെ അതെ അതെ. കാരണം രേവതി മാമിന്റെ ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ആ മൂവിയിലുള്ള ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ആ ഒരു കൊഞ്ചലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അത് കാവ്യയിലേക്ക് തോന്നി. അതെ അതെ, കാവ്യക്ക് ആ ഒരു സാധനം അത്ര വലിയ ബെറ്റർ ആയിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല ഇതിനകത്ത്. പക്ഷെ കോമഡി സീൻ വരാൻ നേരത്ത് നല്ല രസമുള്ള നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറെയൊക്കെ സാധനങ്ങളുണ്ട് ഇപ്പോഴും നമ്മൾ പറയുന്ന കോമഡി ഡയലോഗ്സ് ഒക്കെ. അതെ അതെ അതെ. ഇപ്പൊ എല്ലാ ഓൾമോസ്റ്റ് അതിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സിന്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആ ഒരു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് എനിക്കറിയില്ല നീ മറുതാനോട് പറഞ്ഞു. അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ വേറൊരു മൂവി ഉണ്ട്, കുഞ്ഞിലെ നമ്മൾ ഒരുപാട് പേടിപ്പിച്ച വിനയൻ സർ ഡയറക്ട് ചെയ്തൊരു മൂവി. എന്റെ പേര് സ്വപ്നായിരുന്നു ആ സിനിമയിലെ പാട്ടുകള്. അതിലൊരു പാട്ടുണ്ടല്ലോ, പുതുമഴ. എനിക്ക് ഭയങ്കര, എന്നെ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ ഉറക്കം കളഞ്ഞൊരു സിനിമയായിരുന്നു. പക്ഷെ അത് സെക്കൻഡ് പാർട്ട് അതെന്തിനെടുത്തു എന്ന് പോലും എനിക്കറിയില്ല. എന്ത് കാര്യത്തിന് അതും ഒരു സീരിയൽ ടൈപ്പ് ഓഫ് മേക്കിംഗ് ആയിരുന്നു. അതെ അതെ. അതിന്റെ എനിക്ക് ക്യാമറ ആണെങ്കിലും അതെ സിനിമാറ്റോഗ്രാഫി ഭയങ്കര മോശമായിരുന്നു. അതെ അതെ, ഭയങ്കര മോശം. ഡയലോഗ് ഡെലിവറി ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു. അതെ, എന്തൊരു അഭിനയമായിരുന്നു. പേടിപ്പിക്കാനായിട്ട് എന്തോ മറ്റേ കുറെ എന്തോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് എനിക്ക് അതിന്റെ ആ പേടിപ്പിക്കുമ്പോ പ്രേതത്തിനെ കണ്ടിട്ട് ചിരിയാ വന്നത്. പ്രേതാടോ പറയേണ്ട ഗതികേടാണ്, പ്രേതാടോ പേടിക്കണം, അങ്ങനെ ഒരു രീതിയിലുള്ള മേക്കിംഗ്. പ്രേതാടോ. ഇനിയിപ്പം വിനയൻ സാറ് അത്ഭുത ദീപിന്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്താവും അറിയില്ല. അതെ അതെ. പിന്നെ ഒരിടയ്ക്ക് മറ്റേ ഈ സമ്മർ ഇൻ ബദലഹേമിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നു, അങ്ങനെയൊക്കെ ആവശ്യമില്ല. അതിന്റെ ഒരു റൂമേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അറിയില്ല അത് എത്രത്തോളം ഇതാവും. കാരണം അത് എന്റെ ഒരു ഒപ്പീനിയനിൽ അത് ഇറക്കരുത്. കാരണം നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ഒരു സിനിമയുണ്ട്, നമ്മുടെ ഉള്ളിൽ പതിഞ്ഞൊരു കാര്യങ്ങളുണ്ട് ആ ഒരു സിനിമയില്. അതിനകത്ത് അന്ന് അഭിനയിച്ചത് ആരും ഇന്ന് അതിനകത്തില്ല. മണിച്ചേട്ടനില്ല, സുകുമാരി അമ്മയില്ല, ബാക്കി സുരേഷ് ഗോപി, അത് മാത്രല്ല അതിനകത്ത് ആ ക്ലൈമാക്സ് ഇതിൽ പറയുന്നത് മറ്റേ വേറെ 2 നടിമാരാ. ഒന്നാ മറ്റേ ആകാശഗംഗയിലെ നടിയാണ്, അവരിപ്പോ ഇല്ല. ശരിയാണ്, ആത്മഹത്യ ചെയ്തു, അവരിപ്പോ ഇല്ല. അപ്പോ പിന്നെ എങ്ങനെയാണ് ആ ഒരു സിനിമ? അല്ല ഇനി എന്ത് കൊണ്ടുവരാൻ പറ്റും, ഇവർക്ക് നല്ല പ്രായമായി. അതെ അതെ, എന്നിഷ്ടം നിന്നിഷ്ടം അത് ചെയ്ത പോലെ ഒരു സീരിയൽ സെറ്റപ്പ് ആയിട്ട് നല്ലത് ചെയ്യാണ്ടിരിക്കും. ഈ ചെയ്തു വെച്ച കാര്യങ്ങൾ അങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു സത്യം. ഇനിയിപ്പോ ഡെന്നിസിനെയും രവിശങ്കറിനെയും ആക്കുന്നതെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡെന്നിസിനൊക്കെ നല്ല പ്രായമായി, ഡെന്നിസ് നല്ല പ്രായമായി, രവിശങ്കറിന് പ്രായമായി, എല്ലാവർക്കും നല്ല. ആമീനെ ഒന്നും ഇനി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ആ ഒരു മൂവിയിലും ശരിക്കും പറഞ്ഞ ബോഡി ഷേമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു കോമഡി നമുക്ക് പറ്റില്ല. ആ ഒരു കോമഡി അന്ന് കാലത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഇന്നും നമ്മൾ അത് ഓർത്ത് ചിരിക്കുന്നു. ജലന്ധർ പോലെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്ന് ആലോചിച്ച് ചിരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ ഒരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ല എത്രത്തോളം നടക്കില്ല. ഈ ഇടയ്ക്ക് നമ്മുടെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട്
അതും എടുത്ത് കൊളമാക്കി വേണ്ടായിരുന്നു തോന്നിപ്പോ എനിക്ക്. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ലൂസിഫർ ഒരു എന്റെ ഒരു പേഴ്സണൽ ഇതില് ലൂസിഫർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു നീറ്റ് മൂവിയായിരുന്നു. പക്ഷെ അത് സെക്കൻഡ് പാർട്ട് ആലോചിക്കുമ്പോൾ വലിയ വലിയ കഥ വലിയ വലിയ ബന്ധങ്ങളിലോട്ടൊക്കെ പോയി ദാമോന്റെ അത്രയും വലിയ ബന്ധങ്ങളിലോട്ടൊക്കെ അങ്ങനെ പോയി. ഇനി ഇപ്പൊ തേർഡ് പാർട്ട് വരാനിരിക്കുകയല്ലേ, അറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തില് കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് ചെയ്യാമായിരുന്നു സെക്കൻഡ് പാർട്ട്. പിന്നെ കാന്താര മൂവി അതെന്തോ ഞാൻ കണ്ടില്ല. കാന്താര മൂവി പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തിയോ? എനിക്ക് തോന്നുന്നു ആ ഒരു ഒച്ചയെടുക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒച്ചയെടുക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് പാർട്ടിൽ ഓക്കെ. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോ അത് ആൾക്കാർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 3 hours മൂവിയാണ്. അത് 3 hours ഇരുന്ന് കാണാനുള്ള മൂവി ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു ഒപ്പീനിയനിൽ 3 hours ഇരുന്ന് കാണാനുള്ള മൂവി അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു ഫസ്റ്റില് നമ്മള് തിങ്ക് ചെയ്യും ഓക്കെ ഇനി സെക്കൻഡ് പാർട്ടില് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവും, സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മള് വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് പോയി. പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. പിന്നെ കുറച്ച് ഫൈറ്റ് സീൻസും പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സില് ആ ഒരു സീനുകളും പഞ്ചുരുളിയും അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ചു. ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ തീരുന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ബോറടിച്ചു ആ മൂവി ആണെങ്കിലും. കാരണം ഫസ്റ്റ് പാർട്ടിലൊക്കെ ആ വോ സൗണ്ട് തന്നെ, സെക്കൻഡ് പാർട്ടിലും വോ സൗണ്ട് തന്നെ ഉണ്ട്. ആ ഒരു വോ സൗണ്ട് ഫസ്റ്റില് പേടിച്ചു, സെക്കൻഡിൽ വരാൻ നേരത്ത് അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇല്ല അത്രയും ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു 3 hours മൂവിയും ഉണ്ടായിരുന്നില്ല, അത്രയും വലിച്ചു നീട്ടുണ്ടായിരുന്നു. ഈ ഫൈറ്റ് സീൻസ് ഭയങ്കര ലാഗിങ് ആയിരുന്നു, ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയായിരുന്നു ഫൈറ്റ് സീൻസ് ഒക്കെ പോയത്. അത്ര ഒന്നും വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ആ മൂവി. പിന്നെ സിംഗം സീരീസ് ഉണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് പാർട്ട് നല്ല ലൈക്ക് നമുക്ക് ഇന്ന് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അന്ന് സിംഗം ഹിറ്റായിരുന്നു, നല്ല മൂവി ആയിട്ട്. മീശ സൂര്യയുടെ മീശയൊക്കെ അത് ഭയങ്കര ട്രെൻഡായിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും എടുത്തിട്ട് ഇല്ലാതാക്കി കളഞ്ഞു. സെക്കൻഡില് കുറച്ച് കൊളായി, തേർഡിൽ നല്ല കൊളായി, അങ്ങനെ ആയിപ്പോയി. ആ ഒരു സിംഗം എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു വില കളയുന്ന രീതിക്കായിരുന്നു അത് പോയിരുന്നത് ഹരിക്ക്. പക്ഷെ ഹരി അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സാമയില് അതേപോലെ കൈവച്ചു. സാമി നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൂവിയാണ്, അതിൽ സോങ്സ് ഒക്കെ ഹിറ്റാണ്, നല്ലൊരു പോലീസ് മൂവിയാണ് വിക്രമിന്റെ. അതിന്റെ സെക്കൻഡ് പാർട്ട് സാമി 2 എടുത്ത് അതും ലൈക്ക് സിംഗം എന്താണോ ചെയ്ത അതേമാതിരി തന്നെ അതിനെ ചെയ്തു വെച്ചു. അങ്ങനെ അത് ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് വെച്ച സാധനം അതൊന്നും കൂടെ എടുത്ത് സെക്കൻഡ് പാർട്ട് ഇറക്കി കൊളമാക്കുന്ന രീതിയിൽ കുറെ മൂവീസ് നല്ല മൂവീസും ഉണ്ട്. പക്ഷെ KGF ഫസ്റ്റ് എല്ലാരും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മൂവി ആയിരുന്നു, കന്നഡയിൽ നിന്ന് നമുക്ക് കിട്ടിയ മൂവിയായിരുന്നു KGF. അപ്പൊ സെക്കൻഡ് ഇറങ്ങാൻ നേരത്ത് നമ്മൾ അത്രയ്ക്കും എന്താ പറയാ ആന്റിസിപ്പേഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് നീതി പുലർത്തി, നല്ലൊരു മൂവി, അത് നല്ല രീതിക്ക് എൻഡ് ചെയ്തു. തേർഡ് പാർട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും സെക്കൻഡ് അത് അവര് ഒരു നീറ്റായിട്ട് തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഹുബലി നോക്കുവാണെങ്കിലും എനിക്ക് ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും സെക്കൻഡ് പാർട്ട് എനിക്ക് അത്ര കുറെ VFXന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ എനിക്ക് തോന്നി. ഈ കാള ഓടുന്നതും അത് എനിക്കും തോന്നിയായിരുന്നു. ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് പിന്നെയും നല്ല മൂവി ഫസ്റ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും അല്ല. പിന്നെ നമ്മുടെ ദൃശ്യമാണെങ്കിലും ദൃശ്യം ഓക്കെയാണ്. സെക്കൻഡ് പാർട്ട് അന്നത്തെ അത് അവർക്ക് അതിനകത്ത് അന്ന് കൊറോണ ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഇനിയിപ്പോ തേർഡ് പാർട്ടും വരുന്നുണ്ട്. ഇനി വരുണ്ട് എന്ത് ചെയ്യും? ഇനി അതിനകത്തൊന്നും ചെയ്യാനുണ്ട്, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓൾറെഡി ആസിഡ് ഒക്കെ ഒഴിച്ച് കളഞ്ഞില്ലേ? അപ്പൊ ഇനി എന്താ നോക്കാം. എന്താണ് ഇനിയിപ്പൊ മറ്റേ രണ്ടാമത്തെ കുട്ടി എസ്റ്റർ റിലേഷൻഷിപ്പിലാവും. ജോർജ് കുട്ടി അതിന് ഇനി ഇതാക്കാൻ നിൽക്കും. അതുപോലത്തെ രീതിയിലൊക്കെ കോമൻസ് അതെ അങ്ങനത്തെ രീതിയിൽ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയാസിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇനി അങ്ങനെയായിരിക്കും ഏതുകൊണ്ട്
എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഒരുപാട് മൂവീസ് ഇതുപോലെ സെക്കൻഡ് പാർട്ട് എടുത്ത് കോളമാക്കിയിട്ടുണ്ട്. അതെ, ഈ കുറെ മൂവീസ് ഉണ്ട്. അറിയുന്നവര് കമന്റ് ചെയ്തു. അതെ അതെ, അറിയുന്നവര് വന്ന് കമന്റ് ചെയ്ത് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മൂവീസ് ഉണ്ട്, വിട്ടുപോയ കുറെ ഉണ്ടാവും. അതെ അതെ, അപ്പൊ നിങ്ങൾ വന്ന് കമന്റ് ചെയ്യ് ഏതൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, താങ്ക് യു.